ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ കോസ്റ്റ് അക്കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ആയിരുന്നു. അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം വേണം ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ prepare a cost sheet of Kartika Stove Manufacturing Company for the year 2010. ഓക്കെ, 2010 കാർത്തിക സ്റ്റവ് മാനുഫാക്ചറിങ് കമ്പനിയുടെ കോസ്റ്റിംഗ് ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്. ഇവർ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഇതാണ്: സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓൺ 1 ജാനുവരി 2010 20,000 എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലാണ് 20,000. ദെൻ പിന്നെ പറയുന്നത് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓൺ 31 ഡിസംബർ 2010 10,000. ദെൻ ഇതെന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലാണ് 10,000. ദെൻ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ 30,000. ഫാക്ടറി വേജസ് 60,000. ഫാക്ടറി വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേജസ് ആണ്, 60,000 ആണ്. ഫാക്ടറി എക്സ്പെൻസസ് ₹20,000. ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 20,000. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സിലാണ് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് കാണിക്കുന്നത്, 20,000. ദെൻ കംപ്ലീറ്റഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ 1 ജാനുവരി 2010 10,000. ഈ കംപ്ലീറ്റഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് സ്റ്റോക്കാണ്. അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 10,000. Then completed stock in hand on 31st December 2010 24,000. Then closing stock of finished goods ആണ് 24,000. സെയിൽസ് വന്നിട്ടുണ്ട് ഓക്കെ 1,44,900. ഇത്രയാണ് തന്നിരിക്കുന്നത് വെച്ചാൽ കാർത്തിക സ്റ്റവ് മാനുഫാക്ചറിങ് കമ്പനിയുടെ കോസ്റ്റിംഗ് ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്. പിന്നെ പറയുന്നത് ദ നമ്പർ ഓഫ് സ്റ്റവ്സ് മാനുഫാക്ചർഡ് ഡ്യൂറിങ് ദ ഇയർ 2010 വാസ് 500. 2010 ഇവർ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റൗ എന്ന് പറഞ്ഞാൽ 500 സ്റ്റൗവാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഈ 500 സ്റ്റൗവിൻ്റെ കോസ്റ്റിംഗ് ഇൻഫോർമേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ പറയുന്നത് ദ കമ്പനി വാണ്ട്സ് ടു quote for a contract for a supply of 2,000 electric stoves during the year 2011. കമ്പനിക്ക് 2010 ഇൻഫോർമേഷനാണ് വന്നിരിക്കുന്നത്. 2011 കമ്പനിക്ക് 2000 ഇലക്ട്രിക് സ്റ്റൗവ്സ് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് ദ സ്റ്റൗവ്സ് ടു ബി quoted are of uniform quality and make and are similar to those manufactured in the previous year. എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റൗവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2011 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റൗവ്സ് എന്ന് പറയുന്നത് 2010 പ്രൊഡ്യൂസ് ചെയ്ത അതേ ക്വാളിറ്റിയിലുള്ള സ്റ്റൗ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ബട്ട് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാസ് ഇൻക്രീസ്ഡ് ബൈ 15% ആൻഡ് കോസ്റ്റ് ഓഫ് ഫാക്ടറി ലേബർ ബൈ 10%. പക്ഷേ മെറ്റീരിയൽ കോസ്റ്റ് 15%, ലേബർ കോസ്റ്റ് 10% കൂടി. എന്ന് വെച്ചാൽ 2011 ഈ കാർത്തിക സ്റ്റവ് മാനുഫാക്ചറിങ് കമ്പനിക്ക് 2000 ഇലക്ട്രിക് സ്റ്റൗവ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓർഡർ വന്നു, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ 2000 ഇലക്ട്രിക് സ്റ്റൗവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവർ നേരത്തെ തൊട്ടും മുന്നത്തെ വർഷം 2010 എങ്ങനെയാണോ പ്രൊഡ്യൂസ് ചെയ്തത് അതുപോലെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ കോസ്റ്റിൽ മെറ്റീരിയൽ കോസ്റ്റ് 15% ഇൻക്രീസ് ചെയ്തു, ലേബർ കോസ്റ്റ് 10% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ പ്രൈസ് ടു ബി ക്വാർട്ടേഡ് ടു ഗീവ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ആസ് വാസ് റിയലൈസ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2010, assuming that the cost per unit of overheads charges will be same as in the previous year. നമ്മളോട് പറയുന്നത് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് പ്രൈസ് ടു ബി ക്വാർട്ടഡ്. നമ്മൾ ഈ 2000 ഇലക്ട്രിക് സ്റ്റൗവ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര പ്രൈസാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് ആ സമയത്ത്. പിന്നെ പറയുന്നത് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ആസ് വാസ് റിയലൈസ്ഡ് ഡ്യൂറിങ് ദി ഇയർ 2010. അപ്പോൾ നമ്മൾ ഈ പ്രൈസ് കണ്ടുപിടിക്കും. 2000 ഇലക്ട്രിക് സ്റ്റൗവ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൈസ് കണ്ടുപിടിക്കുമ്പം അതിന് നമ്മൾ പ്രോഫിറ്റായിട്ട് ചാർജ് ചെയ്യേണ്ടത് തൊട്ട് മുന്നത്തെ വർഷം 2010 എത്രയായിരുന്നോ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ദ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് 2010
പ്രോഫിറ്റും കോസ്റ്റും തമ്മിലുള്ള പെർസെൻറ്റേജ് എത്രയാണോ ആ സെയിം പെർസെൻറ്റേജ് പ്രോഫിറ്റ് വേണം നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ 2010 ഈ കോസ്റ്റിംഗ് ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന കോസ്റ്റ് ഷീറ്റിൽ പ്രോഫിറ്റും കോസ്റ്റും തമ്മിലുള്ള സെയിം പ്രൊപ്പോർഷൻ സെയിം പെർസെൻറ്റേജ് വേണം നമ്മൾ 2011 കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോഴും എടുക്കാനും. പിന്നെ പറയുന്നത് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഓവർഹെഡ് ചാർജസ് വിൽ ബി ദ സെയിം ആസ് ഇൻ ദ പ്രീവിയസ് ഇയർ. ഓവർഹെഡിൻ്റെ കാര്യം വേറൊന്നും പറയുന്നില്ല. ഓവർഹെഡ് എന്ന് പറയുന്നത് അത് പ്രീവിയസ് ഇയർ 2010 എങ്ങനെയായിരുന്നോ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഓവർഹെഡ്സ് സെയിം കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഓവർഹെഡ്സ് ആയിരിക്കും നമ്മൾ 2011 എടുക്കേണ്ടത്. ഇത്രയാണ് കോസ്റ്റിന് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ്. അപ്പോൾ നമുക്കറിയാം കൊട്ടേഷൻസ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റൊക്കെ കണ്ടുപിടിക്കുമ്പം നമുക്ക് ഒരു കോസ്റ്റിംഗ് ഇൻഫോർമേഷൻ തരും, ഒരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാനുള്ള ഇൻഫോർമേഷൻ തരും. ആ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് ആദ്യം നമ്മൾ വരയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഇതാണ്. 500 സ്റ്റൗസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റിംഗ് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ 500 യൂണിറ്റ്സ് എന്ന് പറയുന്നുള്ളത് കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന കോസ്റ്റ് ഷീറ്റിൽ 2 എമൗണ്ടുകളും വേണം. ഒന്ന് പെർ യൂണിറ്റ് കോളവും ഒന്ന് ടോട്ടൽ കോസ്റ്റ് കോളവും വേണം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ എന്ന് വെച്ചാൽ ഒരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാൻ വേണ്ടിയുള്ള ഇൻഫോർമേഷൻ തരും. ആ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ടുള്ള കോസ്റ്റ് ഷീറ്റ് അത് 2010 നമ്മൾ വരയ്ക്കുന്നത്. 2010 ഇൻഫോർമേഷനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. 500 സ്റ്റൗ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുകയാണ്. ആൻസർ നമ്മൾ എഴുതുമ്പോൾ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക. 2 കോളം വരയ്ക്കുക. ഒന്ന് ടോട്ടൽ കോസ്റ്റ് കോളവും ഒന്ന് പെർ യൂണിറ്റ് കോസ്റ്റ് കോളവും വരയ്ക്കുക. ഹെഡിങ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡിങ് 31 ഡിസംബർ 2010. ഒരു ബ്രാക്കറ്റിൽ എഴുതാം. നമ്മളിവിടെ 500 സ്റ്റൗ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണം ബ്രാക്കറ്റിൽ എഴുതാം. 500 സ്റ്റൗ എന്ന് വേണം എഴുതാം. 500 ബ്രാക്കറ്റിൽ എഴുതാം. 500 സ്റ്റൗ ആണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഓരോ ഇൻഫോർമേഷൻ എഴുതാം. നമുക്കറിയാം ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലാണ്. ക്വസ്റ്റ്യൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ 20,000 ആണ്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റം പർച്ചേസസ് ആണ്. ക്വസ്റ്റ്യൻ പർച്ചേസ് തന്നിട്ടുണ്ട് 30,000. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 50,000 കിട്ടി. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വേറെ എന്തോ പർച്ചേസിനൂടെ ആഡ് ചെയ്യുന്ന ഐറ്റമോ ഒന്നും എന്താ ഫ്രൈറ്റോ അങ്ങനെയുള്ള പർച്ചേസുമായിട്ട് ക്യാരേജ് ഇൻവേർട്സ് ഒന്നും തന്നിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ക്ലോസ് സ്റ്റോക്ക് നമ്മൾ ലെസ് ചെയ്യണം. ഓപ്പൺ സ്റ്റോക്ക് എഴുതുക, പർച്ചേസസ് എഴുതുക, ദെൻ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുക. ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ക്വസ്റ്റിന് 10,000 ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐറ്റം എന്താ? മെറ്റീരിയൽ കൺസ്യൂംഡ് ഓർ ഡയറക്റ്റ് മെറ്റീരിയൽ. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ. മെറ്റീരിയൽ കൺസ്യൂംഡ് ഓർ ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ്? 40,000. 40,000 കിട്ടി. നമുക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഫാക്ടറി ഓവർഹെഡ്സ് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. ഓപ്പൺ സ്റ്റോക്കിൻ്റെയും ക്ലോസ് സ്റ്റോക്കിൻ്റെ അങ്ങനെയുള്ള ഐറ്റത്തിനൊന്നും കണ്ടുപിടിക്കേണ്ട. പകരം കോസ്റ്റ് ഷീറ്റിൽ ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന കോസ്റ്റ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഏതൊക്കെയാണ് അതിനെല്ലാം നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ 40,000 എഴുതി. 40,000 പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. 40,000 പെർ യൂണിറ്റ് 80 ആണ്. 80 കിട്ടിയത് എങ്ങനെയാണ്? ഇവിടെ 40,000 എന്ന് പറയുന്നത് എന്താ കോസ്റ്റാണ്. ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 500 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 40,000 ഡിവൈഡ് ബൈ 500 എന്ന് പറയുന്നത് എത്രയാണ്? 80 കിട്ടും. 40,000 ഡിവൈഡ് ബൈ 500 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 40,000 ഡിവൈഡ് ബൈ 500 80. അടുത്ത ഐറ്റം ഫാക്ടറി വേജസ് ഓർ ഡയറക്റ്റ് വേജസ് ആണ്. ഡയറക്റ്റ് വേജസ് നമുക്ക് കിട്ടുന്ന 60,000 ആണ്. 60,000 ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 60,000 നമ്മൾ ഇതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 60,000 ഡിവൈഡഡ് ബൈ 500. 60,000 500 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 60,000 ഡിവൈഡഡ് ബൈ 500. 60,000 ഡിവൈഡ് ബൈ 500 എന്ന് പറയുന്നത് എത്രയാണ്? 120. 120 കിട്ടി. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ കാര്യം കോസ്റ്റൊന്നും പറയുന്നില്ല. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രൈം കോസ്റ്റ് കിട്ടുന്നത്. പ്രൈം കോസ്റ്റ് 1,00,000 കിട്ടുന്നു. ഇത് ആഡ് ചെയ്ത് എഴുതുക. പ്രൈം കോസ്റ്റ് കിട്ടി. പിന്നെ ക്വസ്റ്റിന് നോക്കുക, ഓരോയിട്ട് നോക്കുക. പിന്നെ ഉള്ളത് ഫാക്ടറി എക്സ്പെൻസ് ആണ്. ഫാക്ടറി എക്സ്പെൻസ് പറഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. ഫാക്ടറി ഓവർഹെഡ്സ് 20,000 ആണ്. ദെൻ 20,000ൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. 20,000 ഡിവൈഡഡ് ബൈ 500. 500 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 20,000 ഡിവൈഡ് ബൈ 500 എന്ന് പറയുന്നത് 40 നമുക്ക് കിട്ടുന്നു. 40. ദെൻ നമ്മൾ പ്രൈം കോസ്റ്റിനൂടെ ഫാക്ടറി ഓവർഹെഡ്സ് അല്ലെങ്കിൽ ഫാക്ടറി എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നു. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് എഴുതുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം?
ആഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് ക്വസ്റ്റിന് പറയുന്നുണ്ട് 20,000. നമ്മളത് ആഡ് ചെയ്യുക. നമ്മൾ ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതിൻ്റെ പെർ യൂണിറ്റ് എഴുതുക. പെർ യൂണിറ്റ് 20,000 ഡിവൈഡ് ബൈ 540. നമ്മൾ ആഡ് ചെയ്ത് എഴുതുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടിയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് ആഡ് ചെയ്യുന്നു 10,000. അതിൻ്റെ നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ട, കാരണം ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും ഒന്നും പെർ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ട. ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓർ അല്ലെങ്കിൽ ഇവിടെ എന്താ ടോട്ടൽ കോസ്റ്റ് ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. കാരണം ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ലാത്തത് കൊണ്ട് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നെയാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. 1,26,000. നമ്മൾ ഇവിടം വരെ എന്താ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ ഇവിടെ പെർ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ 1,26,000 ആണ്. പിന്നെ നമ്മുടെ ക്വസ്റ്റനിൽ എന്താ പറയുന്നത്? പ്രോഫിറ്റിൻ്റെ കാര്യം ക്വസ്റ്റനിലൊന്നും പറയുന്നില്ല. പിന്നെ പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് 1,44,900 ആണ്. ഇനി 1,44,900 നിന്ന് 1,26,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രോഫിറ്റ് കിട്ടുന്നു. പ്രോഫിറ്റ് നമ്മുടെ ബാലൻസിങ് ഫിഗറാണ്, നമ്മൾ കണ്ടുപിടിച്ച ഫിഗറാണ്. കാരണം സെയിൽസ് തന്നിട്ടുണ്ട് 1,44,900 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,26,000 നമ്മൾ കുറച്ചപ്പോൾ നമുക്ക് 18,900 കിട്ടിയതാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ആദ്യത്തെ കോസ്റ്റ് ഷീറ്റാണ് വരയ്ക്കേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ഒരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാനുള്ള ഇൻഫോർമേഷൻ തരും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക. എന്നിട്ട് പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജിൻ്റെ എന്തെങ്കിലും പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജാണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് കണ്ടുപിടിക്കേണ്ടത് പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ആണ് പറയുന്നത്. സെയിം പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആസ് വാസ് റിയലൈസ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2010 എന്ന് പറയുന്നുണ്ട്. അപ്പം പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. എന്തായിരുന്നു? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100 ആണ്. ഇതാണ് ഇക്വേഷൻ. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 18,900. കോസ്റ്റ് നോക്കുക 18,900 ഡിവൈഡ് ബൈ കോസ്റ്റ് എന്ന് പറയുന്നത് 1,26,000 ആണ്. 1,26,000 ഇൻറ്റു 100 എത്രയാണ്? 15% നമുക്ക് കിട്ടി. എന്ന് വെച്ച് പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്ന് വെച്ചാൽ കോസ്റ്റിൻ്റെ 15%. കോസ്റ്റിൻ്റെ 15%മാണ് പ്രോഫിറ്റ്. ഇത്ര നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളോട് പറയുന്നത് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട 2000 സ്റ്റൗവിനാണ്. 2000 സ്റ്റൗവാണ്. 2011 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട 2000 സ്റ്റൗവാണ്. ഈ 2000 സ്റ്റൗ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ് ഷീറ്റാണ് നമ്മൾ വരയ്ക്കേണ്ടത്. 2000 സ്റ്റൗ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക. അവിടെ നമ്മൾ 2 എമൗണ്ട് കോളം വരയ്ക്കണം. കാരണം 2000 സ്റ്റൗ നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒന്ന് പെർ യൂണിറ്റ് കോളവും ടോട്ടൽ കോസ്റ്റ് കോളവും വരയ്ക്കുക. പെർ യൂണിറ്റ് കോളവും ടോട്ടൽ കോസ്റ്റ് കോളവും വരയ്ക്കുക. നമ്മളിവിടെ കോളം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഐറ്റം ഈ ആദ്യത്തെ കോസ്റ്റ് ഷീറ്റിലുള്ള ഐറ്റം അതേപോലെ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും പർച്ചേസൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഓരോ ഐറ്റമാണ്. ആദ്യത്തെ കോസ്റ്റ് ഷീറ്റിലുള്ള ഓരോ ഐറ്റം നമ്മൾ എഴുതണം. ഇവിടെ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന നമുക്ക് ഐറ്റം ഉണ്ട് അല്ലേ. ആദ്യത്തെ കോസ്റ്റ് ഷീറ്റ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ എഴുതിയിട്ടുണ്ട്. സെയിം ഐറ്റം തന്നെ നമ്മളിവിടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റിൽ എഴുതുക. മെറ്റീരിയൽ ഓർ ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ നോക്കണ്ട. ആദ്യത്തെ കോസ്റ്റ് ഷീറ്റിലെ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് എത്രയായിരുന്നു നോക്കിയേ. ആദ്യത്തെ കോസ്റ്റ് ഷീറ്റിലെ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് 80 ആയിരുന്നു അല്ലേ. 80 ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 80 എടുക്കുക. ഒരു യൂണിറ്റിന് 80 രൂപ എടുക്കുക. പിന്നെ ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് മെറ്റീരിയൽ കോസ്റ്റ് 15% ഇൻക്രീസ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയൽ 80 ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട് മെറ്റീരിയൽ കോസ്റ്റ് 15% ഇൻക്രീസ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. 80 + 15%. 80ൻ്റെ കൂട്ടത്തിൽ 80ൻ്റെ 15% കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ 80 + 15% കാൽക്കുലേറ്റർ ഡയറക്റ്റ് കൊടുത്താലും മതി. അല്ലെങ്കിൽ 80ൻ്റെ കൂട്ടത്തിൽ 80ൻ്റെ 15% കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര? 92 കിട്ടും. 92. 80ൻ്റെ കൂടെ 80ൻ്റെ 15% കൂടെ കൂടിയപ്പോൾ നമുക്ക് 92 കിട്ടി. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 92 രൂപയാണ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ 92 രൂപയാണ് ഒരു യൂണിറ്റിന്. ഇവിടെ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്?
2000 യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2000 ഇൻറ്റു 92, 2000 ഇൻറ്റു 92 എന്ന് പറയുന്നതാണ് 1,84,000 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ എന്നാൽ തൊട്ട് മുന്നേ വരച്ച കോസ്റ്റ് ഷീറ്റിൻ്റെ പെർ യൂണിറ്റ് നോക്കുക. ഒരു യൂണിറ്റിന് 80 രൂപയാണ്. ആ 80 നമ്മൾ എടുക്കുക. ഇവിടെ 15% കൂടുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ 15% കൂടെ കൂട്ടി കാണിക്കുക നമുക്ക് 92 വരും. ഈ 92 പെർ യൂണിറ്റാണ്. ദെൻ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ 2000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2000 ഇൻറ്റു 92 1,84,000. അടുത്തത് ഫാക്ടറി വേജസ് ആണ്. വേജസിൻ്റെ കാര്യം എന്താ പറയുന്നത് ക്വസ്റ്റ്യനല്ല. വേജസ് പ്രീവിയസ് കോസ്റ്റ് ഷീറ്റ് നോക്കുക. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 120 ആണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 120 രൂപയാണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, 120 എഴുതുക. അതിൻ്റെ എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യുന്നത്? 10% ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഫാക്ടറി വേജസ് 10% ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം 120ൻ്റെ കൊടുത്തിട്ട് 120ൻ്റെ 10% കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 132 കിട്ടുന്നു. ഇത് നമ്മൾ പെർ യൂണിറ്റ് കൊടുത്ത് 132 എഴുതുക. പിന്നെ എഴുതേണ്ടത് 2000 ഇൻറ്റു 132 ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 2000 ഇൻറ്റു 132 എത്രയാണ്? 2,64,000 കിട്ടുന്നു. ഇതിനൊന്ന് ആഡ് ചെയ്ത് എഴുതുക. നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുന്നു. then ഇനി എന്താ, ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്. ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ കാര്യം ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല, പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എന്താ, അസ്യൂമിങ് ദാറ്റ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഓവർഹെഡ്സ് ചാർജസ് വിൽ ബി ദ സെയിം ആസ് ഇൻ ദ പ്രീവിയസ് ഇയർ. ഇവിടെ പറയുന്നുണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഓവർഹെഡ് ചാർജസ് വിൽ ബി സെയിം ആസ് ഇൻ ദ പ്രീവിയസ് ഇയർ. തൊട്ട് മുന്നത്തെ പ്രീവിയസ് ഇയറിൽ എത്രയാണോ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഓവർഹെഡ്സ് അത് സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫാക്ടറി ഓവർഹെഡ്സ് എടുക്കുമ്പോൾ ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 40 ആണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 40 ആണ്. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ സെയിം 40, ആ 40 തന്നെ നമ്മളിവിടെ എടുക്കുക. ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ 40, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 40 വന്നു. ദെൻ ഇവിടെ 2000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം 2000 ഇൻറ്റു 40, 2000 ഇൻറ്റു 40 എന്ന് പറയുന്നത് എത്രയാണ്? 80,000 വരുന്നു. 80,000 ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നു. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓവർഹെഡ്സ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് ആണ്, ഓവർഹെഡ്സ് ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓവർഹെഡ് ചാർജസിൻ്റെ പെർ യൂണിറ്റ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പം തൊട്ട് മുന്നേ നമ്മൾ വരച്ച കോസ്റ്റ് ഷീറ്റിൻ്റെ ഓവർഹെഡ് എക്സ്പെൻസസിൻ്റെ പെർ യൂണിറ്റ് നോക്കുക. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 40 ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് 40 ആണ്. സെയിം 40 ഇവിടെ കൊണ്ടുവരിക. അതിന് 2000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2000 ഇൻറ്റു 40 80,000. നമുക്ക് എന്ത് കിട്ടുന്നു? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. പിന്നെന്താ, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒന്നും ഇവിടെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സെല്ലിംഗ് എക്സ്പെൻസസിൻ്റെ കാര്യം നേരത്തെ കോസ്റ്റ് ഷീറ്റിലും പറയുന്നില്ല, അതുകൊണ്ട് ഇവിടെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് ഇത് തന്നെയായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആഡ് ചെയ്യണം അല്ലേ? ഇനി അടുത്ത് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ടോട്ടൽ കോസ്റ്റിനോട് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിൻ്റെ കാര്യം നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചായിരുന്നു. 50% ആണ് അല്ലേ? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് 15% ആണ്. എന്ന് വെച്ചാൽ കോസ്റ്റിൻ്റെ 15% പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ കോസ്റ്റിൻ്റെ 15%, 15% ഓൺ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോസ്റ്റിൻ്റെ 15% എടുക്കാം. കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 6,08,000. 6,08,000ൻ്റെ എത്രയാണ്? 15% കണ്ടുപിടിക്കുക. 6,08,000ൻ്റെ 15% എന്ന് പറയുന്നതാണ് 91,200. പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് ഒന്നെങ്കിൽ 91,200നെ 2000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 45.6 കിട്ടും. അതല്ല എങ്കിൽ ഇവിടെ നമുക്ക് 304 കിട്ടുന്നുണ്ട്. 304ൻ്റെ 15% കണ്ടുപിടിച്ചാലും മതി. കഴിഞ്ഞ ദിവസം തന്നിരുന്ന ഒരു പ്രോബ്ലത്തിന് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായതാണിത്. ഈ പ്രോഫിറ്റിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഈ 91,200 കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കോസ്റ്റിൻ്റെ 15%. കോസ്റ്റിൻ്റെ 15% പ്രോഫിറ്റ്. അപ്പം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 6,08,000 ആണ്. ഈ 6,08,000ൻ്റെ 15% എന്ന് പറഞ്ഞാൽ 91,200. ഈ 304ൻ്റെ 15% എന്ന് പറയുന്നതാണ് 45.6. അതല്ല എങ്കിൽ നമുക്ക് 91,200 കിട്ടി. ഇത് 2000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് 91,200 കിട്ടുന്നു. ഒരു യൂണിറ്റ്സിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് 91,200 ഡിവൈഡ് ബൈ 2000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 45.6 കിട്ടുന്നു.
ദെൻ നമ്മൾ കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഓർ സെയിൽസ് കിട്ടുന്നു. ഈ രീതി നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് തരുന്നുണ്ട്, അതും ചെയ്യുക. അതിൻ്റെ ആൻസറും കൂടി അതിന് ശേഷം ആൻസറും തരുന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ചെയ്യുക, സ്വയം നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക. അതിന് ശേഷം ഇത് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.